മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ പ്രായമായവർ വളർത്തിയെടുക്കേണ്ട ചില ഗുണങ്ങളെപ്പറ്റി പറയാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നിസ്വാർത്ഥത. 99% ആളുകളും എനിക്കെന്ത് കിട്ടും എന്നാലോചിച്ച് നീങ്ങുമ്പോൾ 1% എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ 1% നമ്മൾ പെടണം. എനിക്കെന്ത് കൊടുക്കാൻ പറ്റും, അവരാണ് ലോകത്തെ വാസ്തവത്തിൽ നയിക്കുന്നവർ എന്ന് ഞാൻ എടുത്തു പറയും. അവർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, നല്ല സമ്പ്രദായക്കാരൻ്റെ ഉപമയാണ്. ആദ്യം കടന്നു വന്ന പുരോഹിതനും ലേവായനും ഒക്കെ ചിന്തിച്ചത് എനിക്കെന്തു പറ്റും. പക്ഷെ പിന്നീട് വന്ന സമ്പ്രദായക്കാരൻ ചിന്തിച്ചത് എനിക്കെന്തു കൊടുക്കാൻ പറ്റുമെന്നാണ്. ഞാൻ ഇയാളെ സഹായിച്ചില്ലെങ്കിൽ അയാൾക്ക് എന്തു പറ്റും. പരോന്മുഖതയാണ് അദ്ദേഹത്തെ നയിച്ചത് എന്ന് ഞാൻ പറയുകയാണ്. ഈ ഒരു പരോന്മുഖത ഉൾക്കൊണ്ടാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും. അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം അത് നമ്മൾ വളർത്തിയെടുക്കണം. വീട്ടിലാണെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ, പയറൊന്ന് അരിഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. മോനെ നല്ല വാക്ക് പറയാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അങ്ങനെ ഒരു മനോഭാവം വളർത്തിയെടുക്കുക. രണ്ടാമത് ഓർമ്മയൊക്കെ പഴയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കും. ഇപ്പോഴത്തെ പെട്ടെന്നൊക്കെ മറന്നു പോകുമെന്ന് എനിക്കറിയാം. പഴയ ചരിത്രമൊക്കെ ഓർക്കും. അങ്ങനെയുള്ള ചരിത്രങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പഠനങ്ങൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതവർക്ക് ഉപകാരപ്രദമാവും. അത് നമ്മൾ വളർത്തിയെടുക്കുക. മൂന്നാമത് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റണം. ഞാൻ പറയും, അനുഭവമാകുന്ന സ്കൂളിൽ പഠിച്ചവരാണ് പ്രായമുള്ളവർ. അതിന് ഫീസ് വളരെ കൂടുതലാണ്. അത് വെറുതെ പോയാൽ കിട്ടുകയില്ല. അപ്പോൾ അതെല്ലാം കടന്നു വന്നിരിക്കുന്ന നമുക്ക് അടുത്ത തലമുറയ്ക്ക് അത് വലിയ അനുഭവമാണ്. അതുകൊണ്ട് അതൊക്കെ ഷെയർ ചെയ്ത് അവരോട് സംസാരിക്കുവാനായിട്ട് സാധിക്കണം എന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. നിയമാവർത്തനം 32:7 തിരുവചനം പറയാണ്, പിതാക്കന്മാരോട് പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് പറയുക. അവരോട് അറിവിന് വേണ്ടി സമീപിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നെയൊക്കെ ഇപ്പോൾ ആർക്കാ വേണ്ട, നമ്മൾ പ്രായമായ എൻ്റെ അമ്മേ കുഴിലോട്ട് കാലം വെച്ചിരിക്കുക, ഇനി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ ഒരു റിജക്ഷൻ ഫീലിംഗ് സ്വയം ഉൾക്കൊള്ളരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും. അതിനെക്കുറിച്ച് അഭിമാനിക്കുന്ന മക്കളെ കാണാനായിട്ട് അച്ഛനിടയായിട്ടുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത് പരസ്പര ആശ്രയം. ഒരാളിവിടെ ഒറ്റയാനല്ല, എല്ലാവരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ സന്തോഷിക്കുക. മോനെ ആ ബൈബിളൊന്ന് എടുത്തേ, മോനെ എൻ്റെ കണ്ണട എന്തി, അതൊന്നും പറയുന്നത് പേടിക്കണ്ട. ഇനി അവന് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ പോയി തപ്പി പിടിച്ചേക്കാം എന്നും പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അതിന് അവരൊന്ന് സഹായിക്കാൻ വരുമ്പോഴത്തേക്ക് അതിലൊരു സന്തോഷം, അതും നല്ലതാണെന്നാണ് അച്ഛൻ പറഞ്ഞു വരിക. അഞ്ചാമത്, ജീവിതത്തെപ്പറ്റി കൂടുതൽ സമഗ്രമായൊരു കാഴ്ചപ്പാടുണ്ടാകണം. വാർദ്ധക്യം ലളിത ജീവിതത്തിനും ധ്യാനത്തിനുമുള്ള സമയമാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് അടിച്ച് കലക്കി പോകുന്നവരാ. ഇനിയിപ്പോൾ ശകലം ശാന്തമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അതിനർത്ഥം കണ്ടെത്തുക, അതിൽ സന്തോഷമുണ്ടാവുക, ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുക. ഈ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരുടേതാണ്? നിമി കട്ടപ്പനയിൽ നിന്നും സിസിലിയാണ് ഈ കത്തെഴുതുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിയർ ആൻഡ് റെസ്പെക്റ്റഡ് ഫാദർ, ഒരുപാട് പ്രാർത്ഥനയോടെയും വിഷമത്തോടെയുമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. ഒരു ദിവസം മദ്യം കഴിച്ചു പോയാൽ പിന്നീട് എന്നും കഴിക്കും. പൈസ തീർന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും അടുത്ത് നിന്ന് ചോദിച്ചു വാങ്ങിക്കുടിക്കും. അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ വിറ്റു കുടിക്കും. നിർത്താതെയുള്ള കുടിയാണ്. എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടും. സഹോദരങ്ങൾ അടിച്ചും കഴിയുമ്പോൾ വീണ്ടും നിർത്തും. മദ്യം കഴിക്കാത്തപ്പോൾ ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും ഒക്കെയായി നല്ല സന്തോഷകരമായ കുടുംബജീവിതമാണ്. ആരോ വിളിച്ചുകൊണ്ടു പോകുന്നു എന്ന് ചിലപ്പോൾ പറയും. രാത്രിയിൽ ഉറക്കമില്ല.
ഞാൻ ആകെ വിഷമത്തിലാണ്. അയൽക്കാർ, സഹോദരങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഫാദർ ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ. ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ പെരുമാറണം? ആവശ്യമായ നിർദ്ദേശങ്ങൾ ശാലോം ടി വിയിലൂടെ പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും സിസിലിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു അഡിക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചിലപ്പോൾ നിർത്തും, കുറച്ച് നാൾ നിർത്തും, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് കുടി. അതൊക്കെ അഡിക്ഷൻ ലക്ഷണങ്ങളാണ്. എന്ത് വിറ്റും കുടിച്ച് കളയും, ഇതൊക്കെ അഡിക്ഷൻ തന്നെയാണ്. വാസ്തവത്തിൽ ഈ അഡിക്ഷൻ ഉള്ളവർ ചിലപ്പോൾ നിർത്തും, അങ്ങനെ നിർത്താൻ സാധിക്കും അവർക്ക്. അപ്പം നിർത്തിയെന്നൊക്കെ കുടുംബാംഗങ്ങളൊക്കെ വിചാരിക്കും. ചിലപ്പോൾ ഞാൻ 50 നോമ്പ് നിർത്തിയിരിക്കുകയാണ്. അത് പിന്നെ വാശിയോടെ തുടങ്ങാൻ വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെയുള്ള നിർത്തലുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഉറക്കമില്ലായ്മ ഇതിൻ്റെ ലക്ഷണമാണ്. ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. സുഭാഷിതം 20:1 മുതൽ 2 വരെ മദ്യപാനം മനുഷ്യനെ വിവേകമില്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിളിച്ചത് എനിക്ക് പറയാനുള്ളത്, സിസിലി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. മുടങ്ങാതെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ധ്യാനം കഴിഞ്ഞിങ്ങനെ ധ്യാനത്തിൽ കൂടാത്ത ഒരു ഭർത്താവിൻ്റെ മദ്യപാനത്തെ പറ്റി അമ്മയും മോളും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്നിട്ടില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വീട്ടിലിരിക്കുന്ന അച്ചായനെയും മനസ്സിൽ കണ്ട് തിരുരക്തം തെളിച്ച് പ്രാർത്ഥിച്ചു. സാധാരണക്കാർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാ. ഇവർ വീട്ടിൽ ചെന്നപ്പം ഈ അച്ചായൻ പറയാണ്, ഇനി ഞാൻ മദ്യപിക്കുകയില്ല. അമ്മയ്ക്ക് വിശ്വാസമായി, മോൾക്ക് വിശ്വാസമായില്ല. മോൾ വിചാരിച്ചു അത് അച്ചായൻ്റെ ഒരു അടവാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പം അവൾ എനിക്കൊരു കത്തെഴുതി. എൻ്റെ അച്ഛാ, ഇത് അത്ഭുതമാണ്. ഇത്രയും നാളും ഈ അച്ചായൻ ഇതുവരെ നിർത്തിയിട്ടില്ല മദ്യപാനം, പക്ഷെ ഇപ്പോൾ ഇത് അത്ഭുതമായിരിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമോ? അവൾ ചോദിച്ച് ഒരു കത്തെഴുതിയത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അപ്പം രണ്ടാമത്, മദ്യം നിർത്തി വരുന്ന സന്ദർഭത്തിൽ പള്ളിപ്പോക്കുള്ള അവസരത്തിൽ സ്നേഹത്തോടെ പ്രേരിപ്പിച്ച് ഞാൻ പറയും, 2 പേരും കൂടെ ഒരു ധ്യാനത്തിന് പോകണം. ഇപ്പോൾ ഓടിച്ചെന്ന ധ്യാനമെന്നും പറയരുത്. അതൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങുമ്പോൾ ഒരു ധ്യാനത്തിന് പോവുക. അവിടെ തീർച്ചയായിട്ടും കൗൺസിലിംഗ് കിട്ടും, അത് മതിയാകും. കൂടാതെ ഇതല്ല വലിയ അഡിക്ഷൻ ആയതിനാൽ ധ്യാനം കഴിയുമ്പോൾ ഒരു സഹായം എന്ന നിലയിൽ ഞാനൊരു റെക്കമെൻഡ് ചെയ്യുകയാണ്, ഹോമിയോ മെഡിസിന് പോകണം. യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. അത് മേടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അയാൾ അറിഞ്ഞ് അയാളുടെ ഒരു സഹായം, ഒരു ഹെൽപ്പായിട്ട് കൊടുക്കുന്ന യാതൊരു തെറ്റുമില്ല. ഇത് ഡോക്ടറെ കൊണ്ട് കുറിപ്പിച്ച് ചെയ്താൽ മതി. ഡോക്ടർമാർ നന്നായിട്ട് തരും. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് ഒരു എളുപ്പമായി തീർക്കുക. ചിലർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ലാത്ത അവസ്ഥ വരും. അത് എളുപ്പമാക്കാനാണ്. പ്രഭാഷകൻ 38:1 പറയുന്നുണ്ട്, വൈദ്യനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്, കർത്താവ് അവനെ നിയോഗിച്ചത് നിനക്ക് വേണ്ടിയാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് തേടുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ലതാണ്. അങ്ങനെ ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കുവാൻ സിസിലിയെ ദൈവം ഒരു ഉപകരണമാക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതേപ്പറ്റി എന്താണ് നിമിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, സിസിലി പ്രത്യേകം പ്രാർത്ഥിക്കുക, തിരുരക്തം ഒഴിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ മദ്യപാനി എന്ന് പറയുന്നത് ഒരു രോഗിയായിട്ട് കണക്കാക്കി ഈ മദ്യപാനിയെ അവൾ നേടിയെടുക്കണം. നമ്മളൊരു രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് പോലെ തന്നെ ഈ മദ്യപാനിയെ വേണ്ടത്ര ശ്രദ്ധയും കരുതലോടും കൂടി ശുശ്രൂഷിച്ച് മദ്യപാനത്തെ വെറുക്കുക, മദ്യപാനിയെ സ്നേഹിക്കുക. അത് നമ്മൾ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയാണല്ലോ ദൈവം ചെയ്തത്. എന്നതുപോലെ നമ്മൾ ഈ മദ്യപാനിയോട് കൂടുതൽ കരുതലോടും സ്നേഹത്തോടും കൂടി അവനെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നേടിയെടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിനുള്ള അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഉണ്ടല്ലോ, അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ചികിത്സിച്ചാലും പിന്നെയും ഈ ഒരു ത്വര ഇവരുടെ ഉള്ളിൽ കാണും. ഇതിൻ്റെ അംശം കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഇത് കുടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അവർ ചികിത്സയും ആവശ്യമാണെങ്കിൽ എല്ലാ മരുന്നും കൊടുത്തും ഭേദമാക്കാം. പിന്നെ എല്ലാത്തിലും ഉപരിയായി ദൈവത്തോട് പറയുക, ദൈവം പ്രവർത്തിക്കും. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നിമ്മിയുടെ അഭിപ്രായത്തിൽ WHO പറഞ്ഞായിരുന്നു, അതാണ് നിമ്മി ഇപ്പോൾ കൊട്ടിയത്, മദ്യപാനം ഒരു കുടുംബ രോഗമാണ്. അപ്പോൾ അങ്ങനെ രോഗമായി തന്നെ കണ്ടുകൊണ്ട്
രോഗിയെ എങ്ങനെ ശുശ്രൂഷിക്കുമോ അതുപോലെ കരുതലോടെ സിസിലി പെരുമാറുകയും അതുവഴി പ്രാർത്ഥനാപൂർവ്വം ഭർത്താവിനെ നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മയുടെ അഭിപ്രായം. ടോൺസൺ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സിസിലിയുടെ കത്തിൽ നിന്ന് കുടിക്കുമ്പം റെഗുലറായിട്ട് കുടിക്കും, നിർത്തുമ്പം നിർത്തും. ഈ രണ്ട് സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹിസ് എ ആൽക്കഹോളിക് പേഷ്യൻറ്റ്. വേൾഡ് അച്ഛൻ പറഞ്ഞ പോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1964 ലോകത്തോട് പറഞ്ഞു മദ്യത്തിൻ്റെ ആസക്തി ഒരു രോഗം. തീർച്ചയായിട്ടും രോഗത്തിന് ചികിത്സ ആവശ്യമാണ്. ദൈവത്തിന് സുഖപ്പെടുത്താൻ പറ്റും, പക്ഷേ ചികിത്സ അതിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ കേട്ടിടത്തോളവും അദ്ദേഹം ആൽക്കഹോളിക് പേഷ്യൻ്റ്. അതുകൊണ്ട് സഹോദരി അതിനകത്ത് ചെയ്യേണ്ടത് ഒന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ആ മനുഷ്യനോട് ഇടപെടേണ്ടത് എങ്ങനെയാണ്, ഒരു ഭാര്യ ഒരു മക്കൾ ഈ രോഗിയോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്നുകൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ കഴിവുള്ളിടത്തോളം ഈ മനുഷ്യനെ സന്ധിക്ക് മുമ്പ്, എല്ലാ ദിവസവും സന്ധിക്ക് മുമ്പ് വീട്ടിലുള്ളിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. പലപ്പോഴും ഈവനിങ്ങിലായിരിക്കും ഈ ഇതിനകത്തോട്ട് വീണു പോകാനുള്ള സാധ്യത. വീണ് കഴിഞ്ഞാൽ ഇവൻ്റെയും പകലും അതിൻ്റെ പുറകെ നിൽക്കും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വീഴാതിരിക്കാനായിട്ടുള്ള, ഒരിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വീഴാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നല്ല സരള ഹൃദയര കൂടുതലും മദ്യത്തിൻ്റെ അടിമകളായി പോവുക. അപ്പം സ്നേഹം കൊണ്ട്, സ്നേഹത്തിൻ്റെ ലഹരി കൊണ്ട് അദ്ദേഹത്തെ കീഴടക്കാൻ പറ്റിയാൽ ആ കുടുംബത്തിൽ ചുറ്റിപ്പറ്റി പുള്ളി ഉണ്ടാവും. നല്ല മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് സഹോദരി അതിനകത്ത് ചെയ്യേണ്ടത് അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അയാളുടെ കൂടെ എപ്പോഴും പെറ്റായിട്ട് ഇങ്ങനെ കൂടെ കാലയുടെ കൈയുടെ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ ആകാൻ ശ്രമിക്കുക. ആണുങ്ങളാണ് പുറത്ത് പോകേണ്ടി വരും. എങ്കിലും എപ്പോഴും എനിക്ക് വീട് എന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ തക്കവണ്ണം സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കുന്നത് ഒത്തിരി നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ ആൽക്കഹോളിക് ഇങ്ങനെ വരുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ എനിക്കുണ്ട്. അപ്പം അവരുടെ ഭാര്യമാരും അവരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെ വെച്ചാൽ ഞാനീ പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം. ഒത്തിരി കായികമായിട്ട് അധ്വാനമുണ്ട്, തളർന്നു കഴിയുമ്പോഴാണ് ഒന്ന് അടിച്ചേക്കാം എന്നുള്ള ഒരു തോന്നൽ സാധാരണഗതിയിലേക്ക് കടന്നു വരിക. അതിൽ നിന്ന് ഒഴിവാക്കുക. പരമാവധി സമയങ്ങളിൽ വെള്ളം ആവശ്യത്തിന് കുടിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ട് ചെയ്താൽ കുറേ മാറ്റം പെടുത്താൻ പറ്റും. പിന്നെ സഹോദരി ചെയ്യാനുള്ളത് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുക. നല്ല അച്ഛൻ പറഞ്ഞ പോലെ ധ്യാനം കൂടിയിട്ട് നല്ല അഡിക്ഷൻ സെൻറ്ററുകളുണ്ടല്ലോ, അവിടെ പോകുന്നതിനകത്തും തെറ്റില്ല. നല്ല കൗൺസിലിങ്, അവരുടെയൊക്കെ നല്ല കൗൺസിലിങ് കിട്ടും. അവിടെയൊക്കെ നിങ്ങൾ കുടുംബമായിട്ട് പോയി കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയും അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങനെ ഇവരോട് പെരുമാറണം എന്നുള്ളത് കുറേ കൂടെ ഇതിനകത്ത് പൂർണ്ണമായിട്ടൊന്നും കിട്ടും. ടോൺസൺ പറയുന്നത്, ടോൺസൻ്റെ സ്ഥിരം ഭാഷയാണ് എനിക്കറിയാം, സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അപ്പോൾ സിസിലിയോട് പറയാനുള്ളത്, സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിച്ചുകൊണ്ട് അയാളെ നേടിയെടുക്കുകയും അങ്ങനെ ഗ്രാജുവലായിട്ട് അദ്ദേഹത്തെ ധ്യാനത്തിലും കൗൺസിലിങ്ങിലും ഒക്കെ ഏർപ്പെടുത്തി അതിനെ വിമോചിപ്പിക്കണം എന്നുള്ളതാണ്. സിസിലി തീർച്ചയായിട്ടും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അടുത്ത കത്താരുടേതാണ്? ഈ കത്ത് വൈക്കത്ത് നിന്ന് റോസമ്മ എന്ന വീട്ടമ്മ എഴുതുന്നതാണ്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛ, എനിക്ക് 3 പെൺമക്കളാണ്. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവൾക്ക് മക്കളില്ല. അവൾ നേഴ്സാണ്. എന്നാൽ അവളുടെ ഭർത്താവിന് സംശയരോഗമാണ്. അവളെ ജോലിക്ക് വിടത്തില്ല. ആണുങ്ങളുമായി സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞ് ആകെ നീറുകയാണ്. ഒരു സമാധാനവുമില്ല. എൻ്റെ മകൾ എന്ത് ചെയ്താലും അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ നീങ്ങണം? ഇതിന് പരിഹാരമുണ്ടോ? ഞാൻ മകളോട് എന്താണ് പറയേണ്ടത്? ശാലോം ടിവിയിലൂടെ ഒരു മറുപടി തരണമേ. തീർച്ചയായിട്ടും റോസമ്മ എന്ന വീട്ടമ്മയെ മനസ്സിലാക്കുന്നു. മക്കൾ ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കണം. അതിനാവശ്യമായ മെഡിക്കൽ കൺസൾട്ടേഷനൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനവളുടെ ഭർത്താവിൻ്റെ സംശയരോഗം എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം സംശയരോഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം.
ഞാൻ എല്ലാം കൂടെ വിശദീകരിക്കുക, അല്ലെങ്കിലും കുറച്ച് മനസ്സിലാക്കാനാണ്. ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് സംശയം വരും എന്ന് പറഞ്ഞാൽ, എൻ്റെ പഴയകാല ജീവിതത്തിൽ അവിശ്വസ്തതയുണ്ടെങ്കിൽ അത് പുറത്താകരുത്. നാടൻ ഭാഷ പറഞ്ഞാൽ കള്ളി വെളിച്ചത്താകരുത്. അതിനുവേണ്ടി ഞാൻ ഡിഫെൻസ് എടുക്കും, മറ്റേ ആളിനെ സംശയിക്കുക, അങ്ങനെ ഒരു രീതിയുണ്ട്. മറ്റൊന്ന് റിഫ്ലക്ഷനാണ്. എന്ന് പറഞ്ഞാൽ എനിക്കുള്ള അവിശ്വസ്തത എല്ലാം പങ്കാളിക്കും കാണും എന്നങ്ങ് വിചാരിക്കും. ഞാൻ ഒത്തിരി സ്ത്രീകളോടൊക്കെ ഇടപെട്ടിട്ടുണ്ട്, അതുപോലെ ആയിരിക്കും ഇവളും, അല്ലാതെ എവിടത്തെ പരിശുദ്ധമൊന്നും ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ള അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. പിന്നെ ഞാൻ പൊസസീവ് ലവ്, എൻ്റേത് മാത്രം എന്ന ചിന്ത സംശയം ഉളവാക്കാം. ഇനി ഇതൊരു രോഗമായിട്ടും കടന്നു വരാം. അത് ട്രഡീഷണലായിട്ട് നമുക്ക് ലഭിച്ച രോഗവുമാകാം. ഏതായാലും എൻ്റെ അഭിപ്രായം ഇത് കണ്ടുപിടിക്കാൻ ഒരു മാരേജ് കൗൺസിലിംഗ് നല്ലതാണ്. അവരത് കൗൺസിലിങ്ങിലൂടെ മനസ്സിലാക്കി നമുക്ക് ഡയറക്ഷൻ തരും, അത് നല്ലതാണ്. കൂടാതെ വേണ്ടി വന്നാൽ ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കണം. ഇന്നെല്ലാവരും വാസ്തവത്തിൽ ഞാൻ പറയും എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. അതൊരു അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ വിളിച്ച് പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് എൻറിച്ച്ഡായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നില്ലെങ്കിൽ നമ്മളതിനൊന്നും പോകത്തില്ല. അതുകൊണ്ട് പോയി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ഒരു ദമ്പതി ധ്യാനം കൂടുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. എല്ലാം ശരിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ ശരിക്കും പ്രാർത്ഥിക്കണം. അമ്മ നന്നായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു ചുമതല അമ്മയ്ക്കുണ്ട്. അമ്മ അസ്വസ്ഥപ്പെടുകയല്ല, ഈശോയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കും. യോഹന്നാൻ 14:1 പറയുന്നുണ്ട്, അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കും. വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ അത് ഫലം കാണും, ഒരു സംശയമില്ല. 1 പത്രോസ് 3:1 മുതൽ 2 വരെ വാക്യങ്ങളിൽ നമുക്കറിയാം, പ്രാർത്ഥന, പെരുമാറ്റം, സ്നേഹം വഴിയായി അയാളെ നമ്മൾ നേടിയെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇതേക്കുറിച്ച് എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ അമ്മ എന്നുള്ള നിലയിൽ ഈ സഹോദരിയുടെ ആ ഉത്കണ്ഠ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മകളുടെ വേദനകൾ മാതൃഹൃദയത്തെ ശരിക്കും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കത്ത് എഴുതിയത് കൊണ്ട് ഇതുപോലുള്ള പല ആളുകളുടെയും വേദനകൾക്ക് ഒരു പരിഹാരം കൊടുക്കാനും ഇതുവഴിയായി പറ്റുന്നെങ്കിൽ ഒത്തിരി നല്ലത്. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ, ഈ സംശയം അതൊരു രോഗമാണെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ മോള് വളരെ സ്മാർട്ടാണ്, എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ഇടപെടുന്നു, എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ ഇടപെടുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ ചില ആണുങ്ങൾക്കത് പ്രശ്നമാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവള് നല്ല സൗന്ദര്യവതിയാണെങ്കിൽ അത് കുറേ കൂടെ കൂടും. അവനെ ആ ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട്. ഇങ്ങനെ അത് എവിടെയാണ് എന്താണെന്നുള്ളതൊന്ന് കണ്ടെത്താൻ മോള് തന്നെ ശ്രമിക്കുന്നത് നല്ലതാണ്. ശ്രമിച്ചിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചിലതൊക്കെ ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ചെയ്യണം. നിരാശപ്പെട്ട് ആകുലപ്പെട്ട് നിലവിളിച്ച് മാത്രം പോയതുകൊണ്ട് പരിഹാരമില്ലല്ലോ. നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആ മനുഷ്യനെ നേടിയെടുക്കാൻ ഈ മകൾക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം മോക്ക് വേണം. എൻ്റെ കർത്താവ് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളായതുകൊണ്ട് ആ ബോധ്യത്തോടെ അദ്ദേഹത്തെ കൂടെ നേടിയെടുക്കാനും ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താനും എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ ഒരു വലിയ വിളി എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അതിനകത്ത് ഇടപെടുകയും ശാന്തമായിട്ടിത് ഒരു 1-2 കുടുംബത്തിലല്ല, ഒത്തിരി കുടുംബങ്ങളിൽ ഇന്ന് ഈ വിഷയങ്ങളുണ്ട്. ഈ സംശയം രോഗമായിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുകയും ആത്മഹത്യയും ചെയ്തിട്ടുള്ളവരെ പറ്റി എനിക്കറിയാം ഈ വിഷയത്തിൻ്റെ പേരിൽ. കാരണം ഇത് സ്ത്രീകൾക്ക് അവരെ സംശയിക്കുന്നത് താങ്ങാൻ പറ്റാത്ത വേദനയാണ്. തീർച്ചയായിട്ടും നിർമ്മലമായിട്ട് ജീവിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പേരിൽ നിരാശപ്പെടാതെ ആ വിഷയത്തെ അപഗ്രഥിച്ച് പഠിച്ചുകൊണ്ട് പൊരുത്തക്കേടുകളെ സാവകാശം കീഴടക്കി അതിൻ്റെ മേൽ ആധിപത്യം നേടുവാൻ ആ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പൊരുത്തക്കേടുകളുണ്ട്. കുടുംബജീവിതത്തിൽ വന്നപ്പോൾ മുതൽ പൊരുത്തക്കേടുണ്ട്, മക്കളില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സഹോദരിയോട് എനിക്ക് പറയാനുള്ള, മോള് ചെറുപ്പമല്ലേ, തന്മയത്തമായിട്ട് ഈശോയിൽ ആശ്രയിക്കുക.
കർത്താവിനോട് കൂടെ പോവുക. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് വിളിക്കുക. എൻ്റെ ഹസ്ബൻഡിനെ, ഈ കുടുംബത്തെ എനിക്ക് നേടണം ഈശോയെ. പരിശുദ്ധാത്മാവിനെ അതിന് സഹായിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിനവും ആലോചന ചോദിച്ചുകൊണ്ട് വേണ്ട സ്റ്റെപ്പുകൾ, പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനയുടെ സ്റ്റെപ്പുകൾ എടുത്ത് തീവ്രമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോക്കൂ. ആ മകനെ നേടാൻ പറ്റും. ഒപ്പം ദൈവം നിങ്ങൾക്ക് മക്കളെ തന്ന് അനുഗ്രഹിക്കും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ആ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാനാണെന്നാണ് എനിക്ക് പറയാം. തീർച്ചയായിട്ടും നോഷൻ പറഞ്ഞു വെക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രത്യേക ഒരു ഭക്തി പുലർത്തി തീവ്രമായിട്ട് പ്രാർത്ഥിക്കുക. അതുവഴി സംശയങ്ങൾ മാറുന്നു, കുഞ്ഞുങ്ങളെ ലഭിക്കുവാനിടയാകും എന്നുള്ളതാണ്. അതിനുവേണ്ടി റോസമ്മ മകളോട് പറയണം എന്നാണ് പറയാനുള്ളത്. നിമിക്ക് എന്താ പറയാനുള്ളത്? ഈ അമ്മച്ചിയുടെ വേദന മനസ്സിലാക്കുന്നു. പിന്നെ മകളൊരു നേഴ്സാണ്. അവൾക്ക് പല ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോകണം, ചിലപ്പം പല രോഗികളെ, അപ്പം എല്ലാം സ്ത്രീകൾ തന്നെയായിരിക്കും, ആണുങ്ങളുമായിട്ടൊക്കെ. അപ്പോൾ അവന് പൊതുവെ ഇവള് പറഞ്ഞതുപോലെ സ്മാർട്ട് അല്ലെങ്കിൽ സുന്ദരിയായിരിക്കാം, അവൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ പൊസസീവ് ടൈപ്പായിരിക്കും. എനിക്ക് മാത്രം അവളുടെ സ്നേഹം കിട്ടണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, അല്ലെ അവൾ ആരോടും സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു ചിന്താഗതി കാണും. പിന്നെ വളർന്നു വന്ന സാഹചര്യം ചിലപ്പോൾ സംശയത്തിലേക്കാകാം. അവൻ വളർന്നു വന്ന സാഹചര്യത്തിൽ പക്ഷേ മറ്റുള്ളവരുമായിട്ടൊന്നും അധികം ചിലപ്പം ഇടപെട്ട് കാണത്തില്ല. അപ്പോൾ ഇവളും അതേപോലെ മറ്റുള്ളവരുമായിട്ടും ആരുമായിട്ടൊന്നും സഹകരണം വേണ്ട, അവരുടേതായ ജീവിതം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കാം. അങ്ങനെയും വരാം. അപ്പോൾ ഇതിനൊക്കെ മകൾ പ്രത്യേകം ഈ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞു കൊടുക്കുക. അമ്മച്ചിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന അമ്മച്ചിമാരുടെ പ്രാർത്ഥനയൊന്നും ഫലവത്താകാതെ പോവുകയില്ലല്ലോ. അപ്പം അമ്മച്ചി പ്രത്യേകം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരമ്മച്ചിയുടെ ദുഃഖം വളരെ വലുതാണല്ലോ. അപ്പം അമ്മച്ചി പ്രത്യേകം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ മകൾ അവർക്കന്നേരം പിന്നെ ഭർത്താവുമായിട്ട് സ്നേഹത്തിലാവുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിനായിട്ട് ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുരക്തം ഒഴിച്ച് പ്രത്യേകം അവരെ കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ്. പിന്നെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നതും ഒരു ദമ്പതി ധ്യാനം കൂടുന്നതും ഒക്കെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിമ്മയുടെ അഭിപ്രായത്തിൽ വാസ്തവത്തിൽ അമ്മയും മകളും പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ആഴത്തിൽ അടുക്കണം എന്നുള്ളതാണ്. ഇതൊരു ക്രൈസിസായിട്ട് നമ്മുടെ കുടുംബത്തിൽ അനുഭവപ്പെട്ടതുകൊണ്ട് റോസമ്മ അമ്മച്ചി മകൾക്ക് വേണ്ടിയും അതുപോലുള്ള എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ മകളോട് സ്നേഹമായിട്ട് അവൾ വിഷമിക്കുകയോ നിരാശപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യാതെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ശക്തമായിട്ട് പ്രേരിപ്പിക്കണം. അതുവഴിയായിട്ട് ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതോടൊപ്പം തന്നെ ടോമിച്ചൻ സൂചിപ്പിച്ചു എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ മറ്റ് കൗൺസിലിങ്ങിലും അല്ലാതെ തന്നെ സ്വയം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഷെയറിങ്ങിലൂടെയൊക്കെ അത് വ്യക്തമാകും. അങ്ങനെ ശ്രമിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും അത് പരിഹരിക്കുവാൻ സാധിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്ക് ഈ രണ്ട് കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവരും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ചിന്താവിഷയമാക്കിയ സിസിലിയുടെയും റോസമ്മയുടെയും കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ, അങ്ങ് തന്നെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലണമേ, ആ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം അവരിത് ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ അങ്ങ് തൃക്കരം നീട്ടി അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അത്ഭുതകരമായിട്ട് അങ്ങ് ഇടപെടണമേ കർത്താവേ. ആ മക്കളില്ലാത്ത ദമ്പതികൾക്കെല്ലാം മക്കളെ കൊടുത്തങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും ഈ സംശയരോഗമെല്ലാം മാറ്റി ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനം കൈവരുവാൻ ഈശോയെ അങ്ങ് ഇടപെടണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com